നിങ്ങളൊരു കിയ സോണറ്റ് എന്ന വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം നമ്മളൊരു റിവ്യൂ കൊടുക്കുന്ന ചാനലൊന്നുമല്ല. പക്ഷേ നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ അതിലെ EMI നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ EMIയിൽ വ്യത്യാസങ്ങൾ വരുത്താം എന്നൊക്കെ നോക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിയ സോണറ്റിൻ്റെ ഏറ്റവും ബേസ് മോഡലായ വാഹനത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഫ്യൂവൽ ടൈപ്പ് പെട്രോൾ ആണ്. ട്രാൻസ്മിഷൻ വരുന്നത് മാനുവൽ ആണ്. എൻജിൻ 1197 cc, പവർ 81.8 bhpയും മൈലേജ് ഏകദേശം 18.4 km/ലിറ്ററും ആണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാഹനത്തിൻ്റെ വില ഏകദേശം എത്ര രൂപയാവും എന്നുള്ളതാണ്. ഓൺ റോഡ് പ്രൈസ് ഏകദേശം എത്ര രൂപ വരും എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഷോറൂം പ്രൈസ് ഏകദേശം 7,99,000 രൂപയാണ്. രജിസ്ട്രേഷൻ ചാർജസ്, ഇൻഷുറൻസ്, മറ്റ് ചാർജസ് എല്ലാം കൂടെ അടക്കം വണ്ടിയുടെ വില ഏകദേശം ഒരു 10 lakhs താഴെ ഒരു 9.5 ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും വാഹനത്തിൻ്റെ വില വരിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, വാഹനത്തിൻ്റെ വില നമ്മൾ എപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ ഓതറൈസ്ഡ് ഡീലറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വില കൺഫേം ചെയ്യുക. കാരണം വിലയിൽ വ്യത്യാസങ്ങൾ വരാം, ലൊക്കേഷൻ ടു ലൊക്കേഷൻ ചേഞ്ചസ് ഉണ്ടാവും. കൂടാതെ ഓഫർ സീസണൊക്കെ ആണെങ്കിൽ, ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫേഴ്സൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ ഓതറൈസ്ഡ് ഡീലറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വില കൺഫേം ചെയ്യാം. നമുക്കിനി നോക്കാനുള്ളത്, നമ്മളൊരു കാർ ലോൺ എടുക്കുമ്പോൾ, ഈ ഒരു വിലയിലുള്ളൊരു കാർ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളത് കാർ ലോൺ എടുത്തുകൊണ്ടാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ EMI വരും, അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് 7 വർഷത്തേക്കാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ, കാർ ലോൺ നിങ്ങൾ 7 വർഷക്കാലത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു 10.25% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എത്ര രൂപ EMI വരും എന്നത് കണക്കൂട്ടി നോക്കാം. ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറഞ്ഞു 9,46,400 രൂപയാണെന്ന്. സോ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്, 15% ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും പറയാം, ഡൗൺ പേയ്മെൻറ്റ് 0 ആയിക്കൊണ്ട് കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലോൺ എമൗണ്ട് 9,46,400 രൂപ തന്നെ വരും. സോ EMI വരിക 15,900 രൂപയായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് 15% ഡൗൺ പേയ്മെൻറ്റ്, സാധാരണയായിട്ട് മാർജിൻ എമൗണ്ട് ഉണ്ടാവും ലോൺ എടുക്കുമ്പോൾ. ഈ ഡൗൺ പേയ്മെൻറ്റ് ഒരു 1,41,960 രൂപയ്ക്ക് ഏകദേശം വരും 15% ആകുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ ലോൺ എമൗണ്ട് വരിക 8,04,000 സംതിങ് ആയിരിക്കും. ഇതിനുള്ള EMI വരിക 13,500 രൂപ ആയിരിക്കും. നേരത്തേക്കാട്ടിയും EMI ഇവിടെ കുറയുന്നതായിട്ട് കാണാം, കാരണം നമ്മൾ കുറച്ച് രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് EMIയിൽ ഇനിയും വ്യത്യാസം വരുത്തണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡൗൺ പേയ്മെൻറ്റ് അധികം അടച്ചു കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് കുറയുകയും അതുകൊണ്ട് തന്നെ EMI കുറയുകയും ചെയ്യും. നമുക്കൊരു 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. 3 ലക്ഷം രൂപ നമ്മളിവിടെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. സോ ലോൺ എമൗണ്ട് 6,46,000 സംതിങ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ EMIയിൽ വീണ്ടും കുറവ് വരുന്നു, 10,900 രൂപയായിട്ട് EMI കുറയുന്നു. ഇനി നമുക്ക് ലോൺ നമ്മളിപ്പോൾ 7 വർഷത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞതല്ല. ഇനി നമുക്കൊരു 5 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ച് തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ EMI വരും എന്ന കാര്യം നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്തൊരു കേസാണെങ്കിൽ ഇവിടെ 20,300 രൂപയോളം EMI വരുന്നതാണ്. കൂടാതെ ഡൗൺ പേയ്മെൻറ്റ് 15% ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന EMI 17,200 രൂപ ആയിരിക്കും. ഇനി നിങ്ങൾ 3 ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു കേസാണെങ്കിൽ, അതായത് നിങ്ങളുടെ ലോൺ എമൗണ്ട് 6,46,400 രൂപ വരുന്ന കേസിൽ 5 വർഷത്തേക്ക് വരുന്ന EMI 13,900 രൂപയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.